ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായുः സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത് കമനീയപുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചി മേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വേദാന്ത ചിന്താധാരയിലെ കുതുകികളായ എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. തീർച്ചയായിട്ടും നാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ പുസ്തകത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വേദാന്ത ചിന്തയെ പച്ച മലയാളത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് നാരായണ ഗുരുദേവൻ. ഇതിലെ 27ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പമൊന്ന് ചിന്തിക്കാൻ തുനിയുന്നത്. 26 വരെയുള്ള ശ്ലോകങ്ങളിൽ 26ാമത്തെ ശ്ലോകം പറഞ്ഞു വെച്ചത്, അതായത് പ്രപഞ്ചത്തിൻ്റെ അനുഭൂതിക്ക് ഉതകുന്ന സകല ഘടകങ്ങളും ഉറക്കത്തിൽ പൂർണ്ണമായും ഒരു ഇരുട്ടിൻ്റെ രൂപത്തെ കൈക്കൊള്ളുന്നു എന്നും ഈ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഘടകങ്ങളാണ് പ്രപഞ്ചാനുഭൂതിയെ ഉളവാക്കുന്നത് എന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചിന്തിക്കേണ്ടായിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. ബോധം എന്ന് പറയുന്ന ഞാൻ എന്ന ബോധാനുഭവം നിലനിൽക്കുകയും ഒക്കെ അവിടെ ചെയ്യുന്നില്ലേ ഏത് സുഷുപ്തി അവസ്ഥയിലും എന്നൊക്കെ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്നത്തെ ശ്ലോകം 27ാമത്തെ ശ്ലോകം ഇതാണ്. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവറിവതു താനഥ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവ് എന്ന് വെച്ചാൽ എന്താണ്? ഇരുളിലിരുന്ന് എന്ന് വെച്ചാൽ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുണ്ട മറയിൽ ഒളിച്ചിരുന്നു കൊണ്ട് അറിയുന്നതാകും
എന്ന് വെച്ചാൽ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുണ്ട മറയിൽ അറിയുന്നതാകും, അതായത് സുഖം അനുഭവിക്കുന്നതായ ആത്മാവ്. അറിവതു താനഥ നാമരൂപമായും. ആ അറിവ് എന്ന് പറയുന്നത്, അറിവ് ബോധസ്വരൂപനായിട്ടുള്ള ആ അറിവ് എന്ന് പറയുന്നത് അത് തന്നെ, അതായത് സുഖം അനുഭവിക്കുന്നതായ ആത്മാവ്, അതായത് ഞാൻ എന്ന് പറയുന്ന ജീവൻ, അറിവ് അത് അറിവ് തന്നെയാണ്, ബോധസ്വരൂപനാണ്. ആ അറിവ് എന്ന് പറയുന്നത് ബോധസ്വരൂപനാണ്. അത് താൻ, അതേ അറിവ് തന്നെ അഥ ഉണരുമ്പോൾ നാമരൂപമായും വിവിധ നാമങ്ങളും രൂപങ്ങളും കൈക്കൊണ്ടുകൊണ്ട് കരണമൊട് എന്ന് വെച്ചാൽ അന്ധക്കരണം ആയിട്ട്, അതുപോലെ ഇന്ദ്രിയകർത്തൃകർമ്മമായിട്ടും, അതായത് ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും, അതുപോലെ തന്നെ ഞാൻ എന്ന കർത്താവ്, ഇന്ദ്രിയ വൃത്തികൾ, ഇവയൊക്കെയായിട്ട് വരുവതു കാണുക, ഇവയൊക്കെയായിട്ട് വരുന്നത് കാണുക, അതായത് വിവിധ രൂപം കൈക്കൊണ്ടുകൊണ്ട് വരുന്നത് കാണുക എന്നതാണ്. മഹേന്ദ്രജാലമെല്ലാം, ഇതൊക്കെ വലിയൊരു ഇന്ദ്രജാലം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം. അതായത് ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു സുഖം അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ജീവൻ ബോധസ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ ഉണരുമ്പോൾ അവ വിവിധ നാമങ്ങളും രൂപങ്ങളും കൈക്കൊണ്ടുകൊണ്ട് അന്ധക്കരണമായും ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, ഞാൻ എന്ന കർത്താവ്, ഇന്ദ്രിയ വൃത്തികൾ, ഇവയൊക്കെയായിട്ട് വിവിധ രൂപം കൈക്കൊണ്ടുകൊണ്ട് അനുഭവപ്പെടുന്നു എന്ന് നോക്കുക. ഉറക്കത്തിൽ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതായത് തന്നെയല്ല, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു, എനിക്കിഷ്ടമാണ് എന്നുള്ള തരത്തിൽ സ്വന്തം അനുഭവങ്ങളായിട്ട് ഓരോ അനുഭവത്തെയും മനുഷ്യൻ വിലയിരുത്തുന്നു. പക്ഷേ ഉറങ്ങുന്ന ഒരു സമയത്ത് ഞാൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതി മറ്റൊരു തരത്തിലാണ് നാം അനുഭവിക്കുന്നത്. കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല. അവിടെ യാതൊരു തരത്തിലുള്ള, ഇപ്പം ഞാൻ എന്ന വ്യക്തി, എൻ്റെ പേര് ജ്യോത്സ്നയാണ് എന്ന് പറയുമ്പോൾ ജ്യോത്സ്ന എന്നുള്ള വ്യക്തി ഉറങ്ങുന്ന എൻ്റെ മനസ്സിലില്ല, എൻ്റെ മക്കളില്ല, എൻ്റെ വീടില്ല, എൻ്റേതായി ഞാൻ വിശ്വസിക്കുന്ന, എൻ്റേത് എന്ന് ഞാൻ അഭിമാനിക്കുന്ന യാതൊരു സംഗതികളും ഉറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നേയില്ല. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ടാകുന്നില്ലേ? പക്ഷെ ഉറങ്ങുന്ന സമയത്ത് നാം എന്ത് പറയും? ഞാൻ ഉറങ്ങിപ്പോയി, വളരെ വലിയ ഒരു സുഖം, ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇതാണ് നമ്മുടെ സാധാരണയായിട്ടുള്ള ഒരു പറച്ചിൽ, നമ്മൾ പറയാറ് അങ്ങനെയാണ്. പക്ഷെ ഉറങ്ങുന്ന ഒരാളിനോട് ചോദിക്കുക, ഞാൻ സുഖമായി ഉറങ്ങി എന്ന് അദ്ദേഹം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞു പോയ ഒരു അനുഭവത്തിൻ്റെ സ്മരണയാണ് ഞാൻ സുഖമായി ഉറങ്ങിപ്പോയി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എന്നുള്ളത് തീർച്ചയാണ്. ഈ ഒരു സ്മരണ എന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാത്തതിന് നമുക്ക് സ്മരിക്കാൻ സാധിക്കില്ലല്ലോ. സ്മരിക്കുന്നത് എപ്പോഴും നാം അനുഭവിക്കുന്നത് തന്നെയായിരിക്കും തീർച്ചയായും. സ്മരണ കൊണ്ട് ഉറക്കത്തിൽ ഞാൻ എന്ന് പറയുന്ന ഞാൻ സുഖം അനുഭവിച്ച് ഉണരുമ്പോൾ അത് സ്മരിക്കുകയാണ്, അത് ഓർക്കുകയാണ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയും. കാരണം ഉറക്കത്തിന് മുൻപ് ഒരുപാട് സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്.
ഈ സങ്കല്പങ്ങളോടുകൂടി അനേക സങ്കല്പങ്ങളോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാൻ തന്നെയാണ് ഉറങ്ങിയതെന്നും ആ ഞാൻ തന്നെയാണ് ഉണർന്നു വന്നിരിക്കുന്നത് എന്നും നമുക്ക് സംശയവേശമന്യേ പറയാൻ സാധിക്കുന്നുവെങ്കിൽ ആരാണ് ഈ ഞാൻ? നമ്മൾ അനുഭവിക്കുന്ന സുഖാനുഭൂതിയായ ഈ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു സ്മരണ, ആ ഒരു സുഖം, ആ ഒരു ബോധം, ആ അനുഭൂതി തലം തീർച്ചയായിട്ടും മനുഷ്യൻ അനുഭവിക്കുന്നു എന്ന് പറയാതെ വയ്യ. പക്ഷേ അജ്ഞാനം എന്ന് പറയുന്ന ഒരു ആവരണം ആ സമയത്ത് നമ്മളെ വന്ന് മൂടുന്നു എന്നുള്ളത് ഒരു സത്യസ്ഥിതിയാണ്. പക്ഷേ ഉറക്കത്തിന് മുൻപും അതുപോലെ ഉറങ്ങുന്ന സമയത്തും വീണ്ടും ഉണർന്നപ്പോഴുമൊക്കെ ഈ ആത്മസത്തയ്ക്ക്, ഞാൻ എന്ന് പറയുന്ന ഈ സത്തയ്ക്ക് യാതൊരു തരത്തിലുള്ള വ്യത്യാസമുണ്ടാകുന്നില്ല എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള ഒരു അനുഭവമാണ്. പക്ഷേ ഒരു അജ്ഞാനമാകുന്ന മറയുടെ രൂപത്തിൽ ആത്മാവിനെ ഇത് മറച്ചിരിക്കുന്നു എന്നുള്ളത് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ ഈ എന്താ പറയുക, എല്ലാ വ്യവഹാരങ്ങളിലും ഈ നശിച്ചു പോകുന്ന അസ്ഥിരമായിട്ടുള്ള സങ്കല്പങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്ന സ്ഥിരമായിട്ടുള്ളൊരു സ്വതന്ത്രമായിട്ടുള്ളൊരു ഘടകം, അസ്ഥിരമായിട്ടുള്ളത് മാറി മാറി പോകുന്നുണ്ടെങ്കിലും സ്ഥിരമായി സ്വതന്ത്രമായിട്ടുള്ള ഒരു ഘടകം ഞാൻ എന്നുള്ളത് അവിടെ ഉണർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ആത്മസത്ത നമ്മുടെ സങ്കല്പത്തിലൂടെ പ്രകാശിക്കുമ്പോഴാണ് എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുന്നത്, നമ്മളിൽ രൂപം കൊള്ളുന്നത്. പക്ഷേ ഈ സങ്കല്പങ്ങളാകട്ടെ ഉറക്കത്തിൽ എന്താ പറയുക, നമുക്ക് എങ്ങനെയാണോ ഇരുട്ട് വന്ന് മൂടുന്നത് അതുപോലെ ഒരു അജ്ഞാന ആവരണത്തിൽ നിന്ന് പൊങ്ങി വരുന്നവയും, ഈ ആത്മാവ് എന്ന് പറയുന്നതിനെ ഒരു അജ്ഞാനാവരണം കൊണ്ട് മൂടിപ്പോവുകയും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന സകലത്തിനെയും സത്യമായിട്ട് നാം ധരിക്കുകയും തീർച്ചയായിട്ടും മനുഷ്യൻ ഞാൻ എന്ന് പറയുന്ന ഒരു ശരീരഭാവത്തിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു എന്ന്. അജ്ഞാനമാകുന്ന ആവരണം അവനെ വന്ന് മൂടുമ്പോഴാണ് ഈ സത്ത നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത്. ഉറക്കത്തിൽ ഇത് നാം അനുഭവിക്കുന്നു. ഈ ഒരു ഇന്ദ്രജാല ഉറക്കത്തിൽ അനുഭവിക്കുന്ന ആ ഒരു സുഖാനുഭൂതി അനുഭവിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ സുഖമായിട്ട് ഉറങ്ങിപ്പോയി. അതായത് ആ സുഖാനുഭൂതി ഞാൻ എന്ന് പറയുന്ന ഈ ഒരു സത്ത, ഒരു ബോധം അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ആ ഒരു സ്മരണ നമ്മളിലേക്ക് വരുന്നത്. ആ സ്മരണയെ, ആ സകല പ്രപഞ്ച അനുഭവങ്ങളും ഈ സകല പ്രപഞ്ചത്തിനെയും ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു അജ്ഞാനാവരണം നമ്മളെ വന്ന് മൂടുന്നത് കൊണ്ട് മാത്രമാണ് ആ സുഖാനുഭൂതി ഏത് നേരത്തും നിലനിൽക്കുന്ന തരത്തിൽ നമുക്ക് തുടരാൻ സാധിക്കാത്തത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ മനുഷ്യനായിട്ട്, അതായത് മനുഷ്യരൂപത്തിൽ, അതായത് എന്താ പറയുക, സ്വത്വബോധത്തിൽ നിലനിൽക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിസ്തർക്കമാണ്. ഇവിടെ ഈ ഒരു എന്താ പറയുക, നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുസ്ഥിതികളും സത്യമാണ്, ആ സുഖാനുഭൂതി മുമ്പുണ്ടായിരുന്നതാണ് എന്നുള്ള അറിവില്ലാതെ പോകുന്നു, ആ സുഖം നാം അനുഭവിച്ചിരുന്നു എന്നൊക്കെയുള്ളത് ഒരു മഹേന്ദ്രജാലം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇതാണ് അവിടുത്തെ മഹേന്ദ്രജാലമായിട്ട് നാരായണ ഗുരുദേവൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു അനുഭൂതി വിശേഷത്തെ ഒരു മഹേന്ദ്രജാലം എന്നല്ലേ പറയേണ്ടത് എന്നാണ്. ഭഗവത്ഗീത പറയും, അജ്ഞാനേനാവൃതം ജ്ഞാനം
തേന മുഹ്യന്തി ജന്തവഃ എന്ന്. അതായത് സ്വരൂപ വിസ്മൃതി എന്ന് പറയുന്ന ഈ അജ്ഞാനമാകുന്ന ആവരണം കൊണ്ട് ജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ മൂടപ്പെട്ടു പോവുകയും ജീവജാലങ്ങളെല്ലാം തന്നെ ഈ സംസാര ദുഃഖത്തിൽ കിടന്ന് ഉഴലുകയും ചെയ്യുന്നു എന്നാണ്. പരമാനന്ദ അനുഭൂതി അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തെ എത്ര പേർ അനുഭവിച്ചില്ല. എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ, ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നു. മേൽപ്പത്തൂര് പറയും, പൂർണ്ണസമ്മതരസാർണവം കമപി യോഗിഗമ്യമനുഭാവയൻ എന്നാണ്. പൂർണ്ണസമ്മതരസാർണവം കമപി യോഗിഗമ്യമനുഭാവയൻ. ഈ ഒരു ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ നിന്നും ഉയർന്നിട്ടുള്ള ഒരു നാലാമത്തെ അനുഭൂതി വിശേഷം, ആനന്ദ അനുഭൂതി വിശേഷം. ആ അനുഭൂതി വിശേഷത്തെയാണ് മനുഷ്യൻ മറന്നുപോകുന്നത്. അഥവാ ആ അനുഭൂതി വിശേഷത്തെ ഏത് സമയത്തും അനുഭവിക്കാൻ സാധിക്കുന്ന യോഗികളെയാണ് ആളുകളെയാണ് നമ്മൾ യോഗികൾ എന്ന് പറയുന്നത്. നാം അനുഭവിക്കുന്ന ഈ മഹത്തായ സാന്ദ്രാനന്ദം നാം മറന്നു പോകുന്നുവെങ്കിലും എല്ലാ സമയത്തും ഈ ബോധതലത്തെ സ്പർശിക്കുവാൻ സാധിക്കുന്നവരെയാണ് നാം യോഗികൾ എന്ന് വിളിക്കുന്നത്. ബോധാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ആത്മാവ് ഒരു സ്വതന്ത്രനാണ് എന്നും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ സങ്കല്പങ്ങളും നമുക്ക് അകറ്റാൻ സാധിക്കുന്നവയാണ് എന്നും ഒക്കെ ഈ ഒരു ഉറക്കം എന്ന് പറയുന്ന അവസ്ഥയിൽ മനുഷ്യനുണ്ടാകുന്ന വിസ്മൃതിയും അതിനുശേഷം മനുഷ്യൻ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം എന്ന് പറയുന്ന ആ ബോധവും ആ സ്മരണയും തീർച്ചയായിട്ടും തെളിയിച്ചു തരുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് അനുഭവവേദ്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇത് പ്രജ്ഞയ്ക്ക് വിഷയമാക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മനനധ്യാനങ്ങളുടെ ഒരു അഭ്യാസമാണ് ഈ പ്രജ്ഞയ്ക്ക് സങ്കല്പരഹിതമായിട്ടുള്ള ഈ ഒരു നാലാമത്തെ അനുഭൂതി വിശേഷത്തെ, അഖണ്ഡമായിട്ടുള്ള ആ ആനന്ദ അനുഭൂതിയെ അനുഭവിക്കാൻ സാധിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഗുരുദേവന്റെ അടുത്ത പദ്യം നമ്മളോട് പറഞ്ഞു തരുന്നത്. അടുത്ത പദ്യം ഇതാണ്: അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവീലതു ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. അടിമുടിയറ്റ് എന്ന് വെച്ചാൽ ആദിയുമില്ല അവസാനവുമില്ല, തുടക്കവുമില്ല ഒടുക്കവുമില്ല, അങ്ങനെ ഇല്ലാത്തതും. അടിതൊട്ട് മൗലിയന്തം, അടിതൊട്ട് എന്ന് വെച്ചാൽ കാല് മുതൽ മൗലിയന്തം തല വരെ, അടിതൊട്ട് കാല് തൊട്ട് തല വരെ പൂർണ്ണമായിട്ട് എന്നർത്ഥം. സ്ഫുടമറിയുന്നത് എന്ന് വെച്ചാൽ ബോധത്തെ സാക്ഷാത്കരിച്ച് അറിയുന്നത്, തുര്യബോധമാകും. അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളെയും കടന്നു നിൽക്കുന്ന 4ാമത്തെ അവസ്ഥയാണ് എന്നാണ്. പിന്നെ എന്താണ്? ചിന്ത ചെയ്ത് എന്താണ്? ജഡമറിവീലാത്ത ആ ബോധം, ഈ ബോധ അനുഭവം ജഡവുമായിട്ട് കൂടിക്കലർന്നതല്ല. അതായത് ജഡാനുഭൂതിയല്ല. ജഡത്തിന് ഈ ബോധത്തെ അനുഭവിക്കാൻ ജഡവുമായിട്ട് കൂടിച്ചേർന്നിരിക്കുന്ന, ശരീരവുമായിട്ട് കൂടിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭൂതി വിശേഷമല്ല അത്. ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിൽ ഇരുന്നറിവല്ല. ചിന്ത ചെയ്ത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയാണ്. സങ്കല്പങ്ങൾ ചെയ്ത്
ചൊല്ലുന്നിടയിലിരുന്നറിവല്ല, ശബ്ദോച്ചാരണത്തോടു കൂടിയുള്ള ഒരു അറിവല്ല. അതായത് സങ്കല്പങ്ങൾ ചെയ്ത് നമ്മൾ ശബ്ദോച്ചാരണത്തോടു കൂടി ഉണ്ടാക്കുന്ന ഒരു അറിവുമല്ല. അത് എന്ത് എന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഒരു വാക്കുകളെ കൊണ്ടോ നമുക്ക് പറഞ്ഞറിയിക്കാവുന്ന ഒരു സംഗതിയല്ല. അനുഭവൈക വേദ്യമായ ഒരു സംഗതിയാണ്. അനുഭവൈക വേദ്യമാകുമ്പോൾ മാത്രമാണ് അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ചിന്ത ചെയ്തുകൊണ്ട് അറിയാവുന്ന ഒരു അറിവല്ല എന്ന്, ചിന്ത ചെയ്തുകൊണ്ട് ശബ്ദോച്ചാരണത്തോടു കൂടിയുള്ള ഒരു അറിവല്ല അത് എന്ന് അറിഞ്ഞിടേണം എന്നാണ്. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവീലത് ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. ജഡത്തോടുകൂടി അനുഭവിക്കാവുന്ന ഒരു അനുഭൂതി വിശേഷമല്ല അത്. അതായത് എന്ന് വെച്ചാൽ ജഡത്തോടുകൂടി ശബ്ദത്തോടുകൂടി ഉച്ചരിച്ചറിയാവുന്ന ഒരു അനുഭൂതി വിശേഷമല്ല അത്. പിന്നെ അതെന്താണ് എന്ന് ചോദിച്ചാൽ, മേൽപ്പത്തൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാന്ദ്രമോദര സ്വരൂപമാന്തരം ബ്രഹ്മരൂപമയിതേവ ഭാസത്തെ. സാന്ദ്രാനന്ദ അനുഭൂതിയാകുന്ന ആ ബ്രഹ്മാനന്ദമായിട്ട്, ബ്രഹ്മം തന്നെയായിട്ട്, ബോധസ്വരൂപമായിട്ട്, സാന്ദ്രാനന്ദ സ്വരൂപമായിട്ട് നിലനിൽക്കുന്ന ഒരു അനുഭൂതി വിശേഷമാണ് എന്നാണ് ഈ നാലാമത്തെ അവസ്ഥയെ പറയാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഗോപിമാരൊക്കെ അനുഭവിച്ചിരുന്ന എന്താ പറയുക, പൂർണ്ണ സമ്മത രസാർണവം കമപി യോഗിഗമ്യം. അതെന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, യോഗികൾക്ക് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു അനുഭൂതി വിശേഷമാണ്. എങ്ങനെ നമുക്ക് സാധാരണ ജനങ്ങളുടെ ഒരു അനുഭൂതി വിശേഷത്തിൽ നിന്ന് മാറാൻ സാധിക്കും, ഈ ഒരു അനുഭൂതി വിശേഷത്തിലേക്ക് മാറാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും രമണ മഹർഷിയെ പോലെയുള്ള മഹാന്മാരായ ആചാര്യന്മാർ പറയും, നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിച്ചു നിർത്തൂ. മറ്റൊരാളോട് തോന്നുന്ന എല്ലാ എന്താ പറയുക നെഗറ്റീവായ വികാരങ്ങളെയും സൃഷ്ടിക്കുന്നത് ആരാണ്? നമ്മുടെ അന്ധക്കരണമാണ്. ഈ അന്ധക്കരണത്തിൽ ഉയർന്നു പോകുന്ന ചിന്തകളെയും നിയന്ത്രിച്ചു നിർത്തൂ. മറ്റൊരാൾ എല്ലാ തരത്തിലെയും നിയന്ത്രിച്ചു നിർത്തൂ. ഈ മാതിരിയുള്ള എല്ലാറ്റിനെയും മാറ്റി എന്നാണ് നമ്മളോട് ഈ അനുഭൂതിയിലേക്ക് ഒരു ആയിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. എല്ലാ അനുഭൂതി വിശേഷത്തെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ഈ ഒരു അവസ്ഥാവിശേഷം എല്ലാം കടന്നുകൊണ്ട് വെറും സാന്ദ്രാനന്ദമായിട്ട് നിലനിൽക്കുന്ന അനുഭൂതിയെയാണ് നമ്മൾ നാലാമത്തെ തുരീയാവസ്ഥ കൊണ്ട് വിവരിക്കുന്നത്. ഛാന്തോഗ്യോപനിഷത്തിൻ്റെ ഇത് വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ നാലാമത്തെ അവസ്ഥയെക്കുറിച്ച്. ഈ തുരീയ അനുഭവത്തെ ഗൗഡപാദാചാര്യർ ഇങ്ങനെ ആണ് വിവരിക്കുന്നത്. നിവൃത്തേ സർവദുഃഖാനാം ഈശാനഃ പ്രഭുരവ്യയഃ അദ്വൈതഃ സർവഭാവാനാം ദേവസ്തുര്യോ വിഭുസ്മൃതഃ. അതായത് തുരീയ പ്രജ്ഞയിൽ എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കുന്നു. മനുഷ്യന് ദുഃഖം എന്നില്ല, സുഖവുമില്ല. അതാണ്, എന്തെങ്കിലും ഒന്ന് വേണം എന്നില്ല, വേണ്ട എന്നുമില്ല, എന്നുവെച്ചാൽ ഒന്നുമില്ല. എന്താ പറയുക, ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ടുള്ള ഒരു അവസ്ഥ. സ്വയം ഒരു അദ്വയ സ്വരൂപിയായിട്ട്, ആദ്യന്തരഹിതനായിട്ട്, എന്താ പറയുക, ഈ സർവഭാവങ്ങളും അവനവനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന, നാശമില്ലാത്ത, ബ്രഹ്മാനന്ദത്തെപ്പോലും ആഗ്രഹിക്കാത്ത ഒരു അവസ്ഥാവിശേഷം
മനുഷ്യൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു എന്താ പറയുക സാന്ദ്രാനന്ദ അനുഭൂതി പലയിടത്തും പല യോഗികളും അനുഭവിക്കുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാ തന്നെ ഈ അദ്വയ ബോധ അനുഭവം എന്ന് പറയുന്ന ഈ അനുഭൂതി വിശേഷത്തെയാണ് തുരീയ പ്രജ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ വിവരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മായയ്ക്ക് പ്രവൃത്തിയില്ല. അത്തരത്തിലുള്ള ഒരു ബോധത്തിൽ മായ എന്ന് പറയുന്നതിന് ഒരല്പം പോലും പ്രവൃത്തിയില്ല. തന്നെയല്ല, ശോകക്രോധ വിമോഹ സാധ്വസമുഖങ്ങളായിട്ടുള്ള എല്ലാ ഭാവങ്ങളും മേൽപ്പത്തൂര് പറയുന്നത് പോലെ ദൂരംഗതാഹ ശോകക്രോധ വിമോഹ ഭാവാസ്തു ദൂരംഗതാഹ സാന്ദ്ര ആനന്ദझरीചയത്ര പരമജ്യോതി പ്രകാശാത്മകേ. അങ്ങനെയുള്ള ഒരു സാന്ദ്രാനന്ദ അനുഭൂതി വിശേഷമാണ് അവിടെ നാം അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെ ഈ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ച് ഇതിനുള്ള ആദ്യ പടിയാണ് നമ്മുടെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളിലൂടെയും ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും ഭക്തിയിലൂടെയും ഒക്കെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട്, ഭഗവത്ഗീത പറയുന്നത് പോലെ കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയും. മനസ്സ് തന്നെയാണ് മനുഷ്യരുടെ ബന്ധത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും കാരണമായിട്ടിരിക്കുന്നത്. അപ്പം മനസ്സിലുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള എല്ലാ പ്രജ്ഞകളെയും, അതായത് എന്താ പറയുക, ബോധത്തെ മറയ്ക്കുന്ന എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റികളെയും തടുത്തു നിർത്താനുള്ള ഒരു ശേഷി മനസ്സിനുണ്ടാക്കിയെടുത്തുകൊണ്ട് മാത്രമേ ഈ ഒരു അവസ്ഥയുടെ ആദ്യ പടിയിലേക്കെങ്കിലും പ്രവേശിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിസ്തർക്കമാണ്. നിത്യവും ഈ അമൃതസ്വരൂപമായിട്ടുള്ള ഈ പ്രജ്ഞയെ തൻ്റെ സ്വരൂപമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതാണ് ഞാൻ എന്ന് പറയുന്നത്. അമൃതസ്വരൂപമായിരിക്കുന്ന ഈ ബോധമാണ് ഞാൻ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് പറയാം, എങ്ങനെ നമുക്ക് വിശദീകരിക്കാം എന്ന് ചോദിച്ചാൽ, അതിന് ആ അവസ്ഥയിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നിർവാണ ഷട്കം പോലെയുള്ള കൃതികൾ നമ്മളോട് പറഞ്ഞു തരുന്നത് ആ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. എന്താണ്, മനുഷ്യന് ഒരു തരത്തിലുള്ള വികാരങ്ങളും മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം, ഈ ലോകത്ത് നാം കാണുന്ന ഒരു വസ്തുവുമല്ല ഞാൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട അംശം എന്ന് പറയുന്നത് നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹോ മനോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്തരൂപ ശിവോഹം ശിവോഹം ചിദാനന്തരൂപ ശിവോഹം ശിവോഹം. ആരോടും എനിക്ക് ദേഷ്യമില്ല, ആരോടും എനിക്ക് അനുരാഗവുമില്ല, ലോഭമില്ല, മോഹമില്ല, മാത്സര്യമില്ല. പിന്നെ എന്താണ്? ഒന്നുമില്ല. മോക്ഷത്തെ പോലും ആഗ്രഹിക്കാത്ത സാന്ദ്രാനന്ദ സ്വരൂപമായി നിൽക്കുന്ന ഈ നാലാമത്തെ അവസ്ഥാവിശേഷത്തെയാണ് നാരായണ ഗുരുദേവൻ ഇവിടെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നത്. അടിമുടി തൊട്ട് ആദ്യന്തം ആയിട്ട് നിലനിൽക്കുന്ന, അടിമുടി തൊട്ട് നിലനിൽക്കുന്ന, പൂർണ്ണമായിട്ട് നിലനിൽക്കുന്ന, പിന്നെയോ
സ്ഫുടമറിയുന്നത്, സ്ഫുടമായിട്ട് അറിയുന്ന എന്ന് വെച്ചാൽ ബോധത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് അറിയുന്ന, മനസ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രവൃത്തിയേ ഇല്ലാതാകുന്ന ആ അവസ്ഥാവിശേഷത്തെയാണ് തുര്യബോധമാകും നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ തുരീയ പ്രജ്ഞയിലെത്താൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, എനിക്കിതിന് കഴിവില്ലല്ലോ, എനിക്കിതിനുള്ള ഒരു സ്ഥിതി ഇല്ലല്ലോ, ഇതിന് കഴിവില്ലാത്തവരെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ മോഹിച്ച് ഈ ലോകത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് വിഷയസങ്കല്പങ്ങളിൽ മോഹത്തോടുകൂടി ഇതിൽ മുങ്ങിത്താണു പോകാതെ കുറഞ്ഞ പക്ഷം, ഏറ്റവും ചുരുങ്ങിയത് ഈശ്വരനെക്കുറിച്ചുള്ള ഒരു ജപധ്യാന സങ്കല്പങ്ങളുമായിട്ട്, ഈശ്വരാനുഭൂതി വിശേഷവുമായിട്ട്, ഈശ്വരാനുഭൂതിയിലൂടെ എന്താ പറയുക, ആ ഒരു എന്താ പറയുക, രൂപമായിട്ട് നാം ഭജിക്കുന്ന ഈശ്വര സങ്കല്പത്തിലൂടെ കടന്ന് രൂപരഹിതമായതിലേക്ക് കടക്കാനുള്ള ഒരു ബോധത്തെ ജപധ്യാനാദികളിലൂടെ അഥവാ യോഗത്തിലൂടെ, ചിത്തവൃത്തിയെ നിരോധിച്ചുകൊണ്ട് യോഗ പദ്ധതികളിലൂടെ അല്ലെങ്കിൽ ജപധ്യാനാദികളിലൂടെ മുന്നേറിക്കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടി ആ ജീവിതാനുഭൂതിയിലൂടെ നമ്മുടെ ഈ നാലാം ബോധത്തിലേക്ക് കടക്കാനുള്ള ഒരു ബോധം മനുഷ്യനുണ്ടാകട്ടെ എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞു വെച്ചത് എന്ന് പറയണം. ഈ ബോധസ്വരൂപത്തെ നമുക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാം എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. യോഗ പദ്ധതിയാണെങ്കിൽ എങ്ങനെയാണ് നാം ആദ്യം പ്രത്യേകിച്ച് നമ്മളൊരു ഭഗവത് സ്വരൂപത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ കൂടി ഭഗവാന്റെ ഒരു രൂപം ധ്യാനിച്ചു തുടങ്ങുമ്പോൾ ഒരിക്കലും ഈ രൂപം പൂർണ്ണമായി മനുഷ്യന്റെ മനസ്സിലേക്ക് വരില്ല. പൂർണ്ണമായി വരാതിരിക്കുമ്പോൾ, പൂർണ്ണമായി ഈ രൂപത്തെ നമുക്ക് അനുഭവിക്കാൻ ഈ രൂപം പോലും മനസ്സിലേക്ക് വരാതെ മറ്റ് വിഷയങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കുക എന്നുള്ളതൊരു മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ പ്രക്രിയയാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഓരോ ഭാഗങ്ങളായിട്ട് ധ്യാനിച്ച് ഉറപ്പിച്ച് എന്താ പറയുക, വിസ്ഫുടാവയവഭേദ സുന്ദരം ത്വദ്വപു സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാ. സ്ഫുടമായിട്ട് പ്രകാശിക്കുന്ന രൂപത്തിൽ ആദ്യം സ്ഫുടമല്ലാതിരിക്കുന്ന ഈ ഒരു രൂപധ്യാനം ഒരുപാട് കാലത്തെ പരിശീലനം കൊണ്ട് സ്ഫുടമായിട്ട് പ്രകാശിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. അതിനുശേഷമാണ് സാന്ദ്രാനന്ദ അനുഭൂതിയാകുന്ന തൻ്റെ ആന്തരികമായ രൂപം മനുഷ്യന് പ്രകാശമാനമായിട്ട് മാറുന്നത് എന്നാണ്. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങൾ ഈ ഒരു അവസ്ഥാവിശേഷത്തെ മനോഹരമായിട്ട് നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തരും. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ഈ നാലാമത്തെ ബോധവിശേഷത്തിലേക്ക് ചെറിയ ഒരു പ്രാർത്ഥനയിലൂടെ, മനനത്തിലൂടെ, ധ്യാനത്തിലൂടെ ബോധത്തെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട്, ആ ബോധത്തെ ചിന്ത ചെയ്തുകൊണ്ട് ആ അനുഭൂതി വിശേഷത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രജ്ഞ, ആത്മബോധം മനുഷ്യന് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുദേവൻ്റെ ഈ രണ്ട് ശ്ലോകങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും തൻ്റെ കഴിവുകളെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അവനവൻ്റെ സ്വരൂപത്തെ അറിയാതെ എന്താ പറയുക, വിവേകാനന്ദ സ്വാമികൾ പറയും, അപരിമിതമായിട്ടുള്ള ഊർജത്തെ വഹിക്കുന്ന ആത്മസ്വരൂപമാണ്
എന്ന് ഉപനിഷത്ത് നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ എന്ന് സംബോധന ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു 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 എന്താ പറയുക ചിന്ത ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. അമരത്വത്തിൻ്റെ സന്താനങ്ങളെ എന്നാണ് മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത് ഉപനിഷത്ത്. അമരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരമല്ല നാം എന്ന് പറയുന്നത്. ശരീരം നശിച്ചു പോയാലും നിലനിൽക്കുന്ന ആ ബോധസ്വരൂപമാണ് ഞാൻ എന്ന് തിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കണമെങ്കിൽ അവനവൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റിയെയും തടഞ്ഞു നിർത്താനുള്ള ഒരു ചിന്താവിശേഷത്തെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ 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 അത്യന്താപേക്ഷിതമാണ്. ആ ഒരു ചിന്താവിശേഷത്തെ അനുഭവിക്കുവാൻ അതാണ് ഈ 2 ശ്ലോകങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ആദ്യത്തെ ശ്ലോകം പറയുന്നു, ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവറിവതു താനഥ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഉറക്കത്തിൽ നമുക്കിതിനെ അനുഭവിക്കാൻ സാധിക്കുക? ഉറക്കത്തിൽ അനുഭവിക്കുന്ന സുഖത്തെ ഉണർന്നു കഴിഞ്ഞതിന് ശേഷവും സുഖമായിട്ട് തന്നെ നമ്മുടെ സ്മരണയിൽ നിലനിൽക്കുന്നുവെങ്കിൽ ആ സുഖാനുഭൂതി മനുഷ്യനുണ്ടാകുന്നത് കൊണ്ടാണല്ലോ. അപ്പം പിന്നെ ഈ തുരീയ അനുഭവത്തെ സ്ഥിരമായിട്ട് നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി വിശേഷത്തെ നാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് 4ാമത്തെ അനുഭവത്തിലേക്ക് കടക്കാനുള്ള ഉപായം എന്ന് മനസ്സിൽ ചിന്ത ചെയ്ത് ഉറപ്പിക്കാൻ ഗുരുദേവൻ ഇവിടെ നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. നാരായണ ഗുരുദേവൻ്റെ ഈ ഒരു ചിന്താവിശേഷത്തിലൂടെ പച്ച മലയാളത്തിൽ കടന്നു പോകാൻ നമുക്ക് എപ്പോഴും ഇതിനെ മനനം ചെയ്യാൻ, ഈ ചിന്തയെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നമോ നമഃ.